ഈ വെള്ളക്കടല എങ്ങനെയൊക്കെ വച്ച് നോക്കിയിട്ടും മനസ്സിന് പിടിക്കാത്തവർ ഒരു വട്ടം ഇതുപോലെ ആക്കി നോക്കട്ടോ. അപ്പൊ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ ഒരു കപ്പ് വെള്ളക്കടല ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ചെറിയ ജീരകം ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തതും 2 പച്ചമുളകും 2 തക്കാളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പതാ എല്ലാം അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് പച്ചമണം മാറുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന പേസ്റ്റും ചേർത്തൊന്ന് മിക്സ് ആക്കി പിന്നെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് തിളയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചന ബട്ടർ മസാല റെഡി. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? വേഗം ആയിക്കോട്ടെ.